ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് UDF-ന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ മാഷ് നമ്മളോട് തന്നെ പറഞ്ഞത് UDF-നകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അകത്തൊരു ഭിന്നിപ്പുണ്ട്, ഇതൊക്കെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു വരിക. അങ്ങനെ ദൂരവ്യാപകമായ അങ്ങനെ LDF കാണുന്നുണ്ടോ? ഈ മുന്നണിക്കകത്തൊരു പിളർപ്പ് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ അവരുടെ മുന്നണിക്കകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുന്നേയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റു വ്യക്തികളോടോ അങ്ങനെയുള്ള ആ വാദത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഗോവിന്ദ മാഷും എല്ലാം പറഞ്ഞിട്ടുള്ളത് അതാണ്. ഈ PDP-ക്ക് കാര്യമായിട്ടൊരു വോട്ട് തന്നെ ഈ മണ്ഡലത്തിലില്ല. പക്ഷെ PDP-യോടുള്ള LDF-ന്റെ ഈ നിലപാട് അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അത് വേണ്ടിയിരുന്നു എന്ന് തന്നെ കരുതുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDP-യെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരെ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ അംഗീകരിക്കുക? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ ഏത് മതത്തിന്റെയും ആരാധനയെയോ അവരുടെ രീതിയെയോ മനുഷ്യന് ദ്രോഹകരമല്ലാത്ത ഏത് ആരാധനയെയും അവർക്ക് തുടരുന്നതിന് അവസരം ഉണ്ടാക്കണമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്.